അപ്പം നമ്മളിന്ന് നേരെ ഇല്ലിക്കൽ കല്ല് കൊണ്ടു. രാവിലെ 4:30 ഇറങ്ങി ഒരു ചായയൊക്കെ കുടിച്ച് അവിടെ നേരെ ഇല്ലിക്കൽ കല്ല് എത്തി. ടിക്കറ്റ് എടുത്ത് നമ്മൾ ജീപ്പിനാണ് കയറുന്നത്. ജീപ്പ് നോക്കി നമ്മൾ കുറച്ച് നേരം നിന്ന്, കുറച്ച് ആളായിട്ട് അവർ എടുക്കുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ജീപ്പിൽ കയറി മോളിലേക്ക് പോയിക്കൊണ്ടിരിക്കണേ. ഞാൻ വിചാരിച്ച അത്യാവശ്യം ഓഫ് റോഡൊക്കെ ഉണ്ടാകുന്നു, പക്ഷേ ടാറിട്ട റോഡാണ്, ബൈക്ക് കയറ്റി വിടാവുന്നില്ല. ഇനി ഇവരുടെ ഒരു വരുമാനത്തിൻ്റെ ഇല്ലാന്ന് തോന്നുന്നു. ജീപ്പിനെ നമുക്ക് മുകളിൽ പോകാൻ പറ്റുള്ളൂ, അല്ല നടന്ന് കയറേണ്ടി വരും. മുകളിലെത്തി. അത്യാവശ്യം കുഴപ്പമില്ല, വെയിലുണ്ടായി അത്യാവശ്യം നല്ല. പക്ഷേ സംഭവം സെറ്റാണ്, നല്ല കാറ്റൊക്കെ ഉള്ളത്, അധികം വെയിലറിഞ്ഞില്ല. പക്ഷേ ഈ മുകളിൽ ഈ ഒരു വ്യൂ അത്യാവശ്യം നല്ല സെറ്റായിട്ട് തോന്നിയെങ്കിൽ ഇതിനേലും അടിപൊളി വ്യൂ നമ്മുടെ അടിയിലുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ അത് കാണാനാണ് പോണത്. ഇവിടെ അത്യാവശ്യം എല്ലാ സ്പോട്ടും നമുക്ക് ഇറങ്ങി. ഇനി താഴത്തേക്കും കൂടി ഇറങ്ങാനുണ്ട്. താഴത്ത് അത്യാവശ്യം കൊള്ളാം. മുകളിൽ പോണേ നല്ലത് താഴത്തേക്ക് പോകണേ. താഴത്ത് ഫോട്ടോ എടുക്കാൻ പറ്റിയ അടിപൊളി സ്പോട്ടുകളുണ്ട്. അപ്പോൾ നമുക്കിനി പോയി അത് കാണാം. ഇത് നമ്മളിപ്പോൾ ഇല്ലിക്കൽ കല്ലിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ അടിയിലേക്ക് ഇറങ്ങാൻ ഒരു സ്പോട്ടുണ്ട്, അങ്ങോട്ടാണ് പോണത്. അവിടെ നമുക്ക് അത്യാവശ്യം നല്ല ഫോട്ടോസ് എടുക്കാം, അത്യാവശ്യം നല്ല വ്യൂ ഉണ്ട്. മുകളിൽ നമ്മളിപ്പോൾ കയറി, അവിടെ ആകെ ഒരു ഒറ്റ വ്യൂവേ ഉള്ളൂ. ആ ഒരു അപ്പുറത്തെ മല കാണാൻ സെറ്റപ്പ് മാത്രമേ ഉള്ളൂ. അതിനേലും നല്ലത് ഈ ഒരു സ്പോട്ടാണ്, നല്ല അത്യാവശ്യം ഫോട്ടോസ് എടുക്കാം. അപ്പോൾ നമ്മൾ ഇല്ലിക്കൽ കല്ലിൻ്റെ ഏകദേശം ഒരു സൈഡിലായിട്ടൊരു സ്പോട്ടുണ്ട്, അവിടെയാണ് ഇപ്പോൾ വന്നേക്കുന്നത്. ഇതിൻ്റെ മുകളിലാണ് എല്ലാവരും കയറി ഫോട്ടോ എടുക്കുന്നത്. നമുക്ക് ഇതിൻ്റെ അടിയിൽ ഇത് അറ്റം വരെയും പോകാൻ പറ്റുന്ന ഒരു സ്പോട്ടുണ്ട്. ഇവിടെയും കൂടി നിങ്ങൾ ഇറങ്ങി വരണം, കാരണം ഇവിടെ വന്നതിന് അത്യാവശ്യം നല്ല ഫോട്ടോസും വീഡിയോസും കിട്ടില്ലനായിട്ട് എടുക്കുക. നല്ല അടിപൊളി സ്പോട്ടാണ്.